അപ്പോൾ സക്സസ് ആയിട്ടുണ്ട് കുറച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാനർ സിമ്പിളായിട്ട് ഇതിവിടെ ചെയ്യാൻ പറ്റി. ഡയറക്റ്റ് ചെയ്തു. ഇപ്പോൾ വേറെ ലൈബ്രറി ഒന്നും ഉപയോഗിക്കാണ്ട് ഡയറക്റ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വെർച്വൽ ക്യാമറ ഞാനൊരു ഓൾറെഡി ലിനക്സ് മൊബൈലിലൊരു IP ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് വേറൊരു വെർച്വൽ ക്യാമറ ഞാൻ ജാവയിൽ ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെർച്വൽ ക്യാമറ ഇതൊരു വെർച്വൽ ക്യാമറയാണ്. ഇതൊരു വെർച്വൽ ക്യാമറയായിട്ട് ആക്റ്റീവ്. അതിൻ്റെ ഓൺ വിഫ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതിന്. ഇനി ഒരു സ്കാനർ, ഇതാണ് സ്കാനർ. സ്കാനർ സ്കാൻ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഡിറ്റക്ട് ചെയ്യുന്നുണ്ടല്ലേ. ഇതിപ്പോൾ ഓൾറെഡി 3 എണ്ണം ഉണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്, ഇവിടെ വേറൊരു എണ്ണം ഉണ്ട്, 3 എണ്ണമാണ്. ഇനി സ്കാൻ ചെയ്യുമ്പോൾ ഒരെണ്ണം. ഇതിപ്പോൾ മൊബൈലിൽ ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ്, ആൻഡ്രോയിഡിൽ. ഈ ഒരു ശരിക്കുള്ള ഒരു ആപ്പ് IP ക്യാമറയായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ മൊബൈൽ ഫോണിന് IP ക്യാമറയായിട്ട് യൂസ് ചെയ്യാം, ഓൺ വിഫ് സപ്പോർട്ടഡ് ആയിട്ട്. അത് ഇപ്പോൾ ഒരു ഡിവൈസ് ആയില്ലേ. ഇപ്പോൾ ഈ ഡിവൈസ് ഇപ്പോൾ നെറ്റ്വർക്കിലുള്ളൂ. എൻ്റെ പേര് IP ക്യാമറ ആക്സ് എന്നാണ്. IP അഡ്രസ് ഇതാണ്. ഇനി നമ്മുടെ വെർച്വൽ ഡിവൈസ് ഒരെണ്ണം ഓണാക്കുകയാണെങ്കിൽ ഇതൊരു വെർച്വൽ ഡിവൈസ് ഒരെണ്ണം ഓണാക്കി വെച്ചു, വെർച്വൽ ക്യാമറ. ഇനി നമ്മൾ നമ്മുടെ ഇത് സ്കാൻ ചെയ്യുകയാണെങ്കിൽ രണ്ടെണ്ണം കാണിക്കും. ഇനിയിപ്പോൾ ഒരെണ്ണം കൂടിയും വെർച്വൽ ക്യാമറ ഒരെണ്ണം കൂടി ഓണാക്കി വെച്ചു. അങ്ങനെയാണെങ്കിൽ അതിനെയും നമ്മുടെ ലിസ്റ്റ് സ്കാൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ പേര് വെറുതെ വെച്ച് കൊടുത്താണ്, വെർച്വൽ ക്യാമറ പേര് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം, എന്തൊക്കെ പ്രോപ്പർട്ടീസ് അതിനുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിങ്ങനെ വെറുതെ ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്, വെർച്വൽ ഒരു പേരൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ ഇതിനുള്ളിലാണ് പറയുക, അതിൻ്റെ ക്യാമറയുടെ പേര് കാര്യങ്ങളൊക്കെയും ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഒരു സോപ്പ് മെസ്സേജായിട്ട് കൊടുക്കണം XML ആയിട്ട്. അപ്പോൾ ഇതിന് നല്ല കോൺഫിഡൻസ് കൂടിയുണ്ട് ഇതിലൂടെ.